JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാകുകയുള്ളൂ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ്, 2025 വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിലേക്ക് ഒരു ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which is the fastest memory in a computer? Which is the fastest memory in a computer? കമ്പ്യൂട്ടറിലെ ഏറ്റവും വേഗതയേറിയ മെമ്മറി ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണ്, കാഷെ മെമ്മറി ആണ് ഏറ്റവും വേഗതയേറിയ മെമ്മറി. അടുത്ത ചോദ്യം, which of the following statement are correct? 3 സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചുള്ളത്. ഒന്നാമത്തെ നോക്കാം. The OS manages all the resources of a computer. 2. The OS provides an interface to the user. 3. The program execution order is decided by the OS when multiple application programs need to be run. ഇതിനകത്ത് ഈ 3 സ്റ്റേറ്റ്മെന്റിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? ഓൾ ഓഫ് ദ എബോവ്, എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ചോദ്യം, എ ട്രാൻസ്ലേറ്റർ ഈസ് എ സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് എ പ്രോഗ്രാം കോഡ് ഫ്രം. അതായത് ഒരു പ്രോഗ്രാം കോഡിനെ പരിവർത്തനം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ട്രാൻസ്ലേറ്റർ. ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ടു മെഷീൻ ലാംഗ്വേജ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് വിൻഡോസ് വേർഷൻ മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ സ്റ്റാർട്ട് മെനു. അതായത് ഈ വിൻഡോസിന്റെ ഏത് പതിപ്പിലാണ് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റാർട്ട് മെനു അവതരിപ്പിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിൻഡോസ് 95 വിൻഡോസ് 95. അടുത്ത ചോദ്യം, which of the following is not a web browser? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വെബ് ബ്രൗസർ അല്ലാത്തത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. അതിന്റെ അകത്ത് വെബ് ബ്രൗസർ അല്ലാത്ത ഏതാണ്? 4 ഓപ്ഷൻ എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ? ഏതാണ്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ് ആണ് അല്ലെ, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എക്സ്പ്രസ്. അടുത്ത ചോദ്യം, what is the storage capacity of a standard DVD ROM? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? എന്താണ് ഒരു സാധാരണ DVD റോമിന്റെ സംഭരണ ശേഷി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അറിയാമോ? എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്രയാണ്? 4.7 GB ആണ് അല്ലെ, 4.7 GB. അടുത്ത ചോദ്യം, which is the correct method to select a paragraph in Microsoft Word 2007? അതായത് മൈക്രോസോഫ്റ്റ് വേർഡ് 2007 ഒരു ഖണ്ഡിക തിരഞ്ഞെടുക്കുന്നതിനുള്ള ശരിയായ രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ 4 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണല്ലേ, ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫ്. ട്രിപ്പിൾ ക്ലിക്ക് എനിവെയർ ഇൻ ദ പാരഗ്രാഫ്, അതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, which tool is a part of the clipboard group in Word 2007? അതായത് ഈ വേർഡ് 2007 ക്ലിപ്ബോർഡ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ടൂൾ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. which tool is a part of the clipboard group in Microsoft Word 2007? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ഫോർമാറ്റ് പെയിന്റർ ആണല്ലേ, ഫോർമാറ്റ് പെയിന്റർ. അടുത്ത ചോദ്യം, which of the following option is not a paragraph formatting option in Word 2007? വേർഡ് 2007 താഴെ പറയുന്നതിൽ ഏതാണ് ഒരു പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? which of the following option is not a paragraph formatting option in Word 2007? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഓറിയന്റേഷൻ ആണല്ലേ, ഓറിയന്റേഷൻ. അടുത്ത ചോദ്യം, what is happening when enabling kerning for fonts option in Word? വേർഡില് ഫോണ്ടുകൾക്കായി കേണിംഗ് ഓപ്ഷൻ പ്രവർത്തനക്ഷമമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്?
ഓപ്ഷൻ ബി ആണല്ലേ അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ പർട്ടിക്കുലർ പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ്. അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ പർട്ടിക്കുലർ പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ്. അടുത്ത ചോദ്യം. Which of the following statement are true in aspect of templates in MS Word 2007? MS Word 2007-ല് ടെംപ്ലേറ്റുകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? ഒന്നാമത്തെ പ്രസ്താവന can create a template from an existing document. 2 can create a template from an existing template. 3 can create a macro enabled template. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ബി സി ഡി. ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ ഓൾ ഓഫ് ദ എബോവ്. എല്ലാം ശരിയാണ് അല്ലേ? അടുത്ത ചോദ്യം. വാട്ട് മാക്സിമം ലെവൽസ് ആർ സപ്പോർട്ടഡ് ഇൻ എ മൾട്ടി ലെവൽ ലിസ്റ്റ് ഇൻ എ വേർഡ് 2007? അതായത് വേർഡ് 2007-ലെ മൾട്ടി ലെവൽ ലിസ്റ്റില് പരമാവധി എത്ര ലെവലുകൾ വരെ പിന്തുണയ്ക്കുന്നുണ്ട്? എത്ര ലെവലുകൾ പിന്തുണയ്ക്കുന്നുണ്ട് നിങ്ങൾക്കറിയാവോ? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ 9 ലെവലുകൾ വരെ പിന്തുണയ്ക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. Which of the below option is not listed under the select recipients command in the start mail merge group for mail merge? അതായത് ഈ മെയിൽ മെർജിനായുള്ള സ്റ്റാർട്ട് മെയിൽ മെർജ് ഗ്രൂപ്പിലെ സെലക്ട് റെസിപ്പിയൻസ് എന്ന കമാൻഡിന് കീഴിൽ താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷനാണ് ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ എ ആണല്ലേ ഇമ്പോർട്ട് ഫ്രം എ CSV ഫയൽ. ഇമ്പോർട്ട് ഫ്രം എ CSV ഫയൽ അതാണ് ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം. ഇൻ വേർഡ് ദ ഫീച്ചർ ഗട്ടർ മാർജിൻ ഈസ് യൂസ്ഡ് ഫോർ. അതായത് വേർഡില് ഗട്ടർ മാർജിൻ എന്ന സവിശേഷത ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഏതിനായിട്ടാണ് ഗട്ടർ മാർജിൻ എന്ന സവിശേഷത ഉപയോഗിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ ടു മാനേജ് ബെറ്റർ ഡോക്യുമെന്റ് ബൈൻഡിങ്. ടു മാനേജ് ബെറ്റർ ഡോക്യുമെന്റ് ബൈൻഡിങ്. അടുത്ത ചോദ്യം. Which shortcut key is used to paste the copied content in Word? അതായത് ഈ വേർഡില് പകർത്തിയ ഉള്ളടക്കം പേസ്റ്റ് ചെയ്യാൻ ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? ഏത് ഷോർട്ട് കട്ട് കീ ആണ് ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ഏതാണ്? Ctrl+V ആണല്ലേ. ഇത് പല പരീക്ഷയ്ക്കും ആവർത്തിക്കുന്നതാണ്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം. Which text wrapping style wraps the text around the graphic in an irregular shape, bounding the actual image in Word? വേർഡിലെ ഒരു ഗ്രാഫിക് അല്ലെങ്കിൽ ചിത്രത്തിന് ചുറ്റും ക്രമരഹിതമായ ആകൃതിയിലുള്ള ടെക്സ്റ്റ് ക്രമീകരിക്കുന്ന ടെക്സ്റ്റ് റാപ്പിംഗ് രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ടൈറ്റ് ആണല്ലേ. ടൈറ്റ്. ഏത് രീതിയാണ്? ടൈറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. Which of the below option helps the users to insert a large capital letter used as a decorative element at the beginning of a paragraph? അതായത് ഒരു ഖണ്ഡികയുടെ തുടക്കത്തിൽ അലങ്കാരമായി ഉപയോഗിക്കുന്ന വലിയ അക്ഷരം ചേർക്കാൻ ഉപയോക്താക്കളെ സഹായിക്കുന്ന ഓപ്ഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ ഡ്രോപ്പ് ക്യാപ്സ് ആണ്. ഡ്രോപ്പ് ക്യാപ്സ്. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ആൻ A4 പേപ്പർ? ഒരു A4 പേപ്പറിന്റെ വലിപ്പം എത്രയാണ്? എല്ലാവരും A4 പേപ്പറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. പക്ഷെ അതിന്റെ വലിപ്പം എത്രയാണ് എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. എത്രയാണ് വലിപ്പം? അതിന്റെ ഓപ്ഷൻ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി അല്ലേ 210 mm into 297 mm ആണ് അതിന്റെ A4 സൈസ് പേപ്പറിന്റെ
സൈസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, what command is used to assign a name to a specific point in a word document? അതായത് ഒരു വേർഡ് ഡോക്യുമെന്റിലെ പ്രത്യേക സ്ഥാനത്തിന് പേര് നൽകുന്ന കമാൻഡ് ഏതാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം എന്ന്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ബുക്ക് മാർക്ക്. ഏതാണ്? ബുക്ക് മാർക്ക്. അടുത്ത ചോദ്യം, how does the shortcut key Ctrl+I in word works? അതായത് വേർഡില് Ctrl+I എന്ന ഷോർട്ട് കട്ട് കീ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും അറിയാം അല്ലെ, എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ. 4 ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, മേക്സ് ദ സെലക്ട് ടെക്സ്റ്റ് ഇറ്റാലിക്. മേക്സ് ദ സെലക്ട് ടെക്സ്റ്റ് ഇറ്റാലിക്. അടുത്ത ചോദ്യം, which of the following is not a method for creating a table in Word 2007? അതായത് ഈ വേർഡ് 2007 ഒരു ടേബിൾ നിർമ്മിക്കുന്നതിനുള്ള മാർഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് വേർഡ് 2007 ഒരു ടേബിൾ നിർമ്മിക്കുന്നതിനുള്ള മാർഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻ ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, യൂസിങ് ഷോർട്ട് കട്ട് കീ Ctrl+T. അതാണ് വേർഡില് 2007 ഏതാണ്? ടേബിൾ നിർമ്മിക്കുന്നതിനുള്ള മാർഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാർഗമല്ലാത്തത് ഈ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, which of the following is a way to insert a page break in Word 2007? അതായത് ഈ വേർഡ് 2007 പേജ് ബ്രേക്ക് നൽകുന്നതിനുള്ള മാർഗം താഴെ പറയുന്നവയിൽ ഏതാണ്? 1 പ്രസ്സിംഗ് Ctrl+Enter. 2 ഡബിൾ ക്ലിക്ക് ഓൺ ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ. 3 സെലക്ടിംഗ് ദ പേജ് ബ്രേക്ക് കമാൻഡ് ഫ്രം ദ ഇൻസേർട്ട് ടാബ്. അപ്പോൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന 3 എണ്ണത്തിനകത്ത് ഏതാണ് ഈ പേജ് ബ്രേക്കിൽ ഉപയോഗിച്ചൊരു പേജ് ബ്രേക്കിൽ നൽകുന്നതിനുള്ള മാർഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പേജ് ബ്രേക്ക് നൽകുന്നതിനുള്ള മാർഗം ഈ 3 എണ്ണത്തിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ബി, സി, ഡി ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ബോത്ത് 1 and 3 ആണ്. ബോത്ത് 1 and 3. ഒന്ന് ഏതാണ്? പ്രസ്സിംഗ് Ctrl+Enter. 3 ഏതാണ്? സെലക്ടിംഗ് ദ പേജ് ബ്രേക്ക് കമാൻഡ് ഫ്രം ദ ഇൻസേർട്ട് ടാബ്. അത് രണ്ടെണ്ണമാണ്. way to insert a page break in Word 2007. അടുത്ത ചോദ്യം, how do you secure a document from editing in Word 2007 using a password? അതായത് Word 2007 പേജ് വേർഡ് ഉപയോഗിച്ച് ഒരു ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരു ഏതിനെ സുരക്ഷിതമാക്കാം, എങ്ങനെ സുരക്ഷിതമാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഹൗ ഡു യു സെക്യൂർ എ ഡോക്യുമെന്റ് ഫ്രം എഡിറ്റിംഗ് ഇൻ വേർഡ് 2007 യൂസിങ് എ പാസ്വേഡ്? എങ്ങനെ സുരക്ഷിതമാക്കാം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, ക്ലിക്ക് ഓൺ ദ റിവ്യൂ ടാബ് ദെൻ ക്ലിക്ക് ഓൺ ദ പ്രൊട്ടക്ട് ഡോക്യുമെന്റ്. അതങ്ങനെ സുരക്ഷിതമാക്കാം. അടുത്ത ചോദ്യം, which of the following tabs contains the option to create charts in Excel 2007? അതായത് ഈ എക്സൽ 2007 ചാർട്ടുകൾ സൃഷ്ടിക്കുന്നതിനുള്ള ഓപ്ഷൻ താഴെ പറയുന്നതിൽ ഏത് ടാബിലാണ് ഉള്ളത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇൻസേർട്ട് ടാബിലാണ് ഉള്ളത് അല്ലെ, ഇൻസേർട്ട് ടാബ്. അടുത്ത ചോദ്യം, which of the following functions can be used to find the highest value in a range of cells in Excel 2007? അതായത് എക്സൽ 2007 സെല്ലുകളുടെ ഒരു നിരയിലെ ഏറ്റവും ഉയർന്ന മൂല്യം കണ്ടെത്തുന്നതിന് താഴെ പറയുന്നതിൽ ഏത് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏത് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നത്? മാക്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മാക്സ് അല്ലേ. അടുത്ത ചോദ്യം, in Excel 2007 what is the maximum number of rows in a worksheet? Excel 2007
മാക്സിമം നമ്പർ ഓഫ് റോസ്, പരമാവധി റോകളുടെ എണ്ണം എത്രയാണ്? ആർക്കെങ്കിലും അറിയോ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? 10,48,576. അടുത്ത ചോദ്യം. In Excel 2007, what is the keyboard shortcut to delete a selected row? ഈ എക്സൽ 2007 തിരഞ്ഞെടുത്ത റോസ് നീക്കം ചെയ്യുന്നതിനുള്ള കീബോർഡ് ഷോർട്ട്കട്ട് കീ, അതായത് കീബോർഡ് കുറുക്കു വഴി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കൺട്രോൾ പ്ലസ് മൈനസ് ആണ്. കൺട്രോൾ പ്ലസ് മൈനസ്. അടുത്ത ചോദ്യം. Which of the following option allows you to freeze panes in Excel 2007? അതായത് എക്സൽ 2007 ഫ്രീസ് പെയിൻസ് സൗകര്യം ഉപയോഗിക്കാൻ താഴെ പറയുന്നവയിൽ ഏത് ഓപ്ഷൻ സഹായിക്കുന്നു? ഏത് ഓപ്ഷൻ ആണ് സഹായിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. ക്ലിക്ക് ഓൺ ദ വ്യൂ ടാബ് ആൻഡ് സെലക്ട് ഫ്രീസ് പെയിൻസ്. അടുത്ത ചോദ്യം. Which of the following Excel document Excel 2007 features is used to analyze data by creating tables and charts based on it? അതായത് ഈ ഡേറ്റയെ അടിസ്ഥാനമാക്കി ചാർട്ടുകളും പട്ടികകളും നിർമ്മിച്ച് അത് വിശകലനം ചെയ്യാൻ എക്സൽ 2007 താഴെ പറയുന്നതിൽ ഏത് സവിശേഷതയാണ് ഉപയോഗിക്കുന്നത്? ഏത് സവിശേഷതയാണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. പിവോട്ട് ടേബിൾ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. പിവോട്ട് ടേബിൾ. അടുത്ത ചോദ്യം. Which of the following charts types in Excel 2007 is best suited for displaying trends over time? അതായത് എക്സൽ 2007 കാലക്രമേണയുള്ള പ്രവണതകൾ പ്രദർശിപ്പിക്കുന്നതിന് താഴെ പറയുന്നതിൽ ഏത് തരം ചാർട്ടാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ലൈൻ ചാർട്ട് ആണ് ഏറ്റവും അനുയോജ്യം അല്ലെ. ലൈൻ ചാർട്ട്. അടുത്ത ചോദ്യം. Which Excel 2007 feature is used to create a formula that adjusts its cell references relative to the position of the formula in the worksheet? വർക്ക്ഷീറ്റിലെ ഫോർമുലയുടെ സ്ഥാനം അനുസരിച്ച് സെൽ റഫറൻസുകൾ ക്രമീകരിക്കുന്ന ഒരു ഫോർമുല നിർമ്മിക്കാൻ എക്സൽ 2007 ഏത് ഫീച്ചർ ആണ് ഉപയോഗിക്കുന്നത്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. റിലേറ്റീവ് റഫറൻസസ് ആണല്ലേ. റിലേറ്റീവ് റഫറൻസസ്. അടുത്ത ചോദ്യം. Which of the following is not a valid Excel 2007 function for text manipulation? അതായത് താഴെ പറയുന്നത് ഏതാണ് ടെക്സ്റ്റ് കൈകാര്യം ചെയ്യാൻ ഉള്ള സാധുവായ എക്സൽ 2007 ഫംഗ്ഷൻ അല്ലാത്തത്? Which of the following is not a valid Excel 2007 function for a textile manipulation? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണുള്ള സെന്റർ. അതാണ് മാനിപ്പുലേഷൻ അല്ലാത്തത്. അടുത്ത ചോദ്യം. Which of the following is not a type of animation available in PowerPoint 2007? PowerPoint 2007 ലഭ്യമായ ആനിമേഷൻ തരങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻ താഴെയുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. റൊട്ടേഷൻ ആണല്ലേ. റൊട്ടേഷൻ. അടുത്ത ചോദ്യം. What is the default file extension used by PowerPoint 2007? PowerPoint 2007 ഉപയോഗിക്കുന്ന ഡിഫോൾട്ട് ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. തെറ്റിപ്പോകരുത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. .pptx ആണ്. .pptx. അടുത്ത ചോദ്യം. What is the purpose of the slide master in PowerPoint 2007? PowerPoint 2007 സ്ലൈഡ് മാസ്റ്ററിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് സ്ലൈഡ് മാസ്റ്ററിന്റെ ഉദ്ദേശം? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ടു അപ്ലൈ ഫോർമാറ്റിംഗ് ടു ഓൾ സ്ലൈഡ്സ് ഇൻ ദ പ്രസന്റേഷൻ. ടു അപ്ലൈ ഫോർമാറ്റിംഗ് ടു ഓൾ സ്ലൈഡ്സ് ഇൻ ദ പ്രസന്റേഷൻ. അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ കീബോർഡ് ഷോർട്ട്കട്ട് ഫോർ സ്റ്റാർട്ടിംഗ് എ സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ് ഇൻ PowerPoint 2007? PowerPoint 2007 തുടക്കം മുതൽ സ്ലൈഡ് ഷോ ആരംഭിക്കുന്നതിനുള്ള കീബോർഡ് കുറുക്കുവഴി ഏതാണ്? ഏതാണ്?
എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പരീക്ഷയ്ക്ക് പോലും വരാതിരിക്കില്ല, എല്ലാ പരീക്ഷയ്ക്കും ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണിത്. ഏതാണ്? F5 ആണ് കറക്റ്റ് ആൻസർ. ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. Which of the following is not a way to format the background of a slide in PowerPoint 2007? PowerPoint 2007 ഒരു സ്ലൈഡിന്റെ പശ്ചാത്തലം ഫോർമാറ്റ് ചെയ്യുന്നതിനുള്ള മാർഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒരു മാർഗമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലോ, യൂസിങ് എ 3D എഫക്റ്റ്. അടുത്ത ചോദ്യം. What is the keyboard shortcut for adding a hyperlink to text or an object in PowerPoint 2007? അതായത് PowerPoint 2007 ഒരു ടെക്സ്റ്റിലേക്കോ ഒബ്ജക്റ്റിലേക്കോ ഹൈപ്പർ ലിങ്ക് ചേർക്കുന്നതിനുള്ള കീബോർഡ് കുറുക്കുവഴി ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, Ctrl+K. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്നോട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.